മഞ്ഞ് കഠിനമായ ചൂട് കുറയ്ക്കുന്നില്ലേ? നല്ല വാക്ക് ദാനത്തേക്കാൾ വിശിഷ്ടമാണ്. നല്ല വാക്ക് വിലയുറ്റ സമ്മാനത്തെ അതിശയിക്കുകയില്ലേ? പ്രഭാഷകൻ 18-ാം അധ്യായം 16 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ. കൈവിട്ടുപോയ കല്ലും വാവിട്ടുപോയ വാക്കുകളും തിരിച്ചു പിടിക്കാൻ പറ്റില്ല എന്ന് കാലങ്ങളായി പറഞ്ഞു വരാറുണ്ട്. ഇന്നാണെങ്കിലോ കൈവിട്ടുപോയ മെസ്സേജുകളും വാവിട്ടുപോയ വാക്കുകളെയും തിരിച്ചു പിടിക്കാൻ സാധിക്കുകയില്ല എന്ന്. എന്ത് കിട്ടിയാലും ഗ്രൂപ്പുകളിൽ നിന്ന് ഗ്രൂപ്പുകളിലേക്ക് അതിവേഗം ഫോർവേഡ് ചെയ്യുമ്പോൾ അത് എവിടെ ചെന്നെത്തുന്നു എന്നറിയാനോ അതിൻ്റെ ആധികാരികതയറിയാതെയാണ് മറ്റുള്ളവരിലേക്ക് നാം ഇത് ഫോർവേഡ് ചെയ്യുന്നത്. ഇറ്റാലോ കാൽവിനയുടെ മാൻ ഹൂ ഷൗട്ടഡ് തെരേസ എന്ന കഥ ആരംഭിക്കുന്നത് തന്നെ കഥാനായകൻ ഫുട്പാത്തിലൂടെ നടന്നു വരികയാണ്. പെട്ടെന്ന് അദ്ദേഹം എന്തോ ഓർത്തതുപോലെ കൈകളിങ്ങനെ മുഖത്തേക്ക് വെച്ച് വലതുവശത്ത് കാണുന്ന ഫ്ലാറ്റിലേക്ക് നോക്കി തെരേസ എന്ന് ഉറക്കെ വിളിക്കുകയാണ്. 1-2 പ്രാവശ്യം അങ്ങനെ വിളിച്ചിട്ടും ആരും അനങ്ങുന്നതൊന്നും കാണുന്നില്ല. അതുവഴി നടന്നുപോയ വേറെ ഒരാൾ അത് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അയാളെ സഹായിക്കാൻ രണ്ടാമതൊരാൾ കയറി വന്നു. ഞാൻ താങ്കളെ സഹായിക്കാം. ഇങ്ങനെ വെറുതെ നിന്ന് വിളിച്ചാലൊന്നും ഉയരത്തിൽ കേൾക്കുകയില്ല. ഇതിനൊക്കെ ഓർഗനൈസ് ചെയ്ത് വിളിക്കാനൊരു കഴിവ് വേണം. നമുക്കൊന്നിച്ച് തെരേസ എന്ന് വിളിക്കാം. അങ്ങനെ അവർ 2 പേരും കൂടി തെരേസ എന്ന് വിളിക്കാൻ തുടങ്ങി. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ കോളേജ് വിട്ട് കുറച്ച് കുട്ടികൾ വരുന്നുണ്ട്. സഹായിക്കണമല്ലോ, അതല്ലേ മര്യാദ. അങ്ങനെ അവരും കൂടി തെരേസ എന്ന് വിളിച്ചു തുടങ്ങി. ഏകദേശം 10 മിനിറ്റ് ആകുമ്പോഴേക്കും ഒരു 25 പേരോളമായി. അവരെല്ലാവരും കൂടി തെരേസ എന്ന് വിളിച്ചു തുടങ്ങി. രണ്ടാമത് വന്ന ആൾ പറഞ്ഞു, നമുക്ക് ഓർഗനൈസ് ചെയ്ത് തെരേസ എന്ന് താളത്തിൽ വിളിച്ചാലോ? അങ്ങനെ അവർ താളത്തിൽ തെരേസ എന്ന് വിളിക്കാൻ തുടങ്ങി. തെരേസയെ മാത്രം കാണാനില്ല. ഇത് കണ്ട് രണ്ടാമത്തെ ഓർഗനൈസ് ചെയ്യുന്ന ആൾ ആദ്യത്തെ ആളോട് ചോദിച്ചു, തെരേസ അവിടെയുണ്ടെന്ന് ഉറപ്പാണോ? അയാൾ പറഞ്ഞു, ഇല്ല. പിന്നെ നിങ്ങൾ കീയെടുക്കാനെങ്ങാനും മറന്നുപോയോ? ഇല്ല. നിങ്ങൾക്ക് വീട്ടിലേക്ക് ചെന്നാൽ പോരെ, തെരേസയെ കാണാലോ? അയാൾ പറഞ്ഞു, അതിനെ എനിക്കിവിടെ വീടില്ലല്ലോ, ഞാനിവിടെയല്ല താമസിക്കുന്നത്. എന്ത്? നിങ്ങൾക്കപ്പോൾ തെരേസയെ അറിയില്ല? ഇല്ല. പിന്നെ താങ്കൾ എന്തിനാണ് ഈ തെരേസ എന്ന് വിളിച്ചു കൂവിയത്? ചിരിച്ചുകൊണ്ട് അയാൾ മറുപടി പറഞ്ഞു, എനിക്ക് അങ്ങനെ വിളിക്കാൻ തോന്നി. ഇനി മാറ്റി വിളിക്കണോ? എങ്കിൽ നമുക്ക് വേറെ പേര് വിളിക്കാം. അപ്പോഴാണ് അവർക്കെല്ലാവർക്കും അമളി മനസ്സിലായത്. അവരെല്ലാവരും കഷ്ടം വെച്ച് നിന്നു. ഓർഗനൈസ് ചെയ്ത ആൾ പറഞ്ഞു, നമുക്ക് എല്ലാവർക്കും കൂടി ഒരു വട്ടം കൂടി തെരേസ എന്ന് കൂട്ടമായി വിളിച്ച് യോഗം മടക്കി വിടാം. അങ്ങനെ അവർ ഒരു പ്രാവശ്യം കൂടി തെരേസ എന്ന് വിളിച്ച് മടങ്ങിപ്പോയി. എന്തിനാണ് അയാൾ അങ്ങനെ രസം തോന്നി തെരേസ എന്ന് വിളിച്ചത്? മറ്റുള്ളവർ അത് ഏറ്റെടുത്ത് വലിയൊരു ജനക്കൂട്ടം തന്നെ അത് ഏറ്റെടുത്തു. തെരേസ എന്ന് വിളിച്ചു. ഇന്ന് ഒരാളെക്കുറിച്ച് തമാശയായി പറയുന്ന വാക്കുകളും മെസ്സേജും ഞൊടിയിടയിൽ സെക്കൻഡ് കൊണ്ട് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ എത്തുന്നത് എന്ന് മറന്നു പോകരുത്. പണ്ടൊക്കെ ഒരു വാർത്ത നീ അറിഞ്ഞോ? ഇല്ല. എങ്കിൽ നമുക്ക് ഒരുമിച്ച് പോകാമെന്ന് പറഞ്ഞ് ആഴ്ചകൾ കൊണ്ട് ഗ്രാമങ്ങൾ എത്തിക്കുന്ന വാക്കുകൾ ഇന്ന് 2 വിരലുകൾ കൊണ്ട്, മിനിറ്റുകൾ കൊണ്ട്, മണിക്കൂറുകൾ കൊണ്ട് ലോകം മുഴുവൻ എത്തിക്കുമ്പോൾ അതുകൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ടോ? മീഡിയ അത് ഏറ്റെടുക്കുമ്പോൾ കൈവിട്ടു പോവുകയാണ് ഈ മെസ്സേജുകൾ. കൈവിട്ടുപോയ വാക്കുകളും മെസ്സേജുകളുമാണ് പല പരാതികളുടെയും പല വഴക്കുകളുടെയും പല പരിഭവങ്ങളുടെയും മൂലകാരണം. ലോകത്തിൽ ഏറ്റവും സുന്ദരമായ വേട് എൻ്റെ എന്ന 2 അക്ഷരമാണെന്ന് ഒരിക്കലാരോ പറയുകയുണ്ടായി. ആരുമില്ല എന്ന തോന്നലിൽ നിൽക്കുന്നവരെ നീ എൻ്റേതാട്ടോ എന്ന് പറയുമ്പോൾ ആ മുഖത്ത് വിരിയുന്ന ഒരു ആനന്ദമുണ്ട്. ഒരുപാട് മുറിവുകൾ പറ്റിയവരെ നല്ല വാക്കുകൊണ്ട് സ്നേഹം കൊണ്ട് ചേർത്ത് പിടിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ.